കണ്ണൂരിൽ അയ്യൻകുന്നിലെ ജനവാസ മേഖലയിൽ ഒരു കാട്ടാന ഇറങ്ങിയിരുന്നു കേട്ടോ. ആ കാട്ടാന ആറളം ഫാമിലേക്ക് കടന്നിട്ടുണ്ട്. അതുവഴി വനത്തിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് വനവകുപ്പ്. കയറുമായിരിക്കും. മറ്റൊരു പുലി, ഒരു കടുവ തിരിച്ചോടി വന്നതുപോലെ, വയനാട്ടിൽ ഓടി വന്നതുപോലെ ഈ കാട്ടാന തിരിച്ച് ജനവാസ മേഖല ഇറങ്ങില്ലായിരിക്കും. അവൻ പോകുന്ന പോക്ക് കണ്ടു. ജനവാസ മേഖലയിൽ പല വീടുകളും തകർത്തൊക്കെയാണ് പോയത്. ഇതാണ് കാട്ടാന കടന്നു പോകുന്ന വഴികളാണ്. ജനവാസ മേഖലയിലൂടെ കാട്ടാന പോകുന്നതിന് ദൃശ്യങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റ് ടെറസിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു അനക്കം. അവിടെ പറമ്പിൽ എന്തോ അനക്കം നോക്കിയപ്പോൾ കാണാം മാവിൻ തോട്ടത്തിനിടയിലൂടെ നല്ല അതാ വരുന്നു ഒരു കാട്ടാന. അവൻ വന്ന വരവ് നോക്കൂ. അവൻ ഇറങ്ങി നിൽപ്പ് നോക്കണേ. അവൻ ആ ഗേറ്റൊക്കെ കടന്ന് നല്ല ടൈലൊക്കെ വിരിച്ചിട്ട വീട്ടിലേക്ക് സാവധാനം നടന്നു വരുന്ന വരവാണ്. പറയെടുക്കാൻ വരുന്നത് പോലെയാണ് വരുന്നത്. സാധാരണ ഉത്സവത്തിന് പറയെടുക്കാൻ പോകുന്നു, അതേപോലെയാണ് വരവ്. എന്നിട്ട് എങ്ങോട്ടോ പോയി. അവൻ അപ്പുറത്തെ വഴിയിലൂടെ ഇറങ്ങി അങ്ങ് പോയി. അയ്യൻകുന്ന് പ്രദേശത്തെ 4 വാർഡുകളിലും നിരോധനാജ്ഞ തുടരുകയാണ്. വനപാലകരും മേഖലയിൽ പട്രോളിംഗ് നടത്തുന്നുണ്ട്. കാട്ടാന ഇന്നലെ അയ്യൻകുന്നിലെത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. രാവിലെ ഒന്ന് ആലോചിച്ച് നോക്കുകയും, വീട്ടിൽ രാവിലെ ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പറമ്പിലെ അനക്കം കണ്ട് നോക്കുന്ന സമയത്ത് കാട്ടാന നിൽക്കുന്നു. അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, എന്തായാലും ഈ ദൃശ്യങ്ങൾ അല്പം ഭേദിപ്പെടുത്തുന്നതാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അല്പം ടെൻഷൻ അടിക്കും. രാവിലെ നോക്കുന്ന സമയത്ത് ഉത്സവപ്പറമ്പിലെ ആന വരുന്നത് പോലെ വരികയാണ്. കാട്ടാനയാണ്. അപ്പം ആറളം ഫാമിലേക്ക് കടന്നു എന്നറിഞ്ഞു ചങ്ങാതി. അങ്ങ് തിരിച്ച് വനത്തിലേക്ക് കയറിപ്പോകാനുള്ള വഴിയാണോ? പുള്ളിക്ക് വഴിയൊക്കെ അറിയായിരിക്കുമല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് അഭിജിത്ത്. അരുൺ, ഗുഡ് മോർണിംഗ്. അയ്യൻകുന്നുകാർക്ക് അല്പം ഒരു ആശ്വാസം വന്നിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ആന ആറളം ഫാമിന്റെ ഭാഗത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായും ആറളം ഫാമിലുള്ളവർക്ക് അല്പം ഒരു ഭയം തുടങ്ങിയിട്ടുണ്ടാകും. ഇതുവഴി നേരെ ആന കാട്ടിലേക്ക് കയറും എന്നുള്ളതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. സാധാരണയായി ആറളം ഫാമിലേക്കൊക്കെ ആനകൾ എത്താറുണ്ട്. അത് അതുവഴി തന്നെ കാട്ടിലേക്ക് തിരികെ പോകാറുമുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. പക്ഷേ ഇന്നലെ സ്ഥിതി അല്പം ഭയപ്പെടുത്തുന്നതായിരുന്നു. അയ്യൻകുന്നിൽ വലിയ പരാക്രമമാണ് ഈ കാട്ടാന കാണിച്ചത്. നമുക്കിപ്പോൾ ഈ CCTV ദൃശ്യങ്ങളിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിലുള്ളവർ ഡോർ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കണി കണ്ടത് ഈ കാട്ടാനയായിരുന്നു. വീടിന് മുന്നിലൂടെ ഇങ്ങനെ അത് വളരെ കൂളായി നടന്നു നീങ്ങുന്നതാണ് അവർ കണ്ടത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. പക്ഷേ അല്പം പേടിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കി. ചില വീടുകളുടെയൊക്കെ ഭാഗങ്ങളൊക്കെ ഈ ആന തകർക്കുന്ന ഒരു സ്ഥിതിയും ഇന്നലെ ഉണ്ടായിരുന്നു. ഷെഡുകളൊക്കെയാണ് ആന തകർത്ത് മുന്നോട്ട് നീങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ പരിശ്രമം നടത്തിയിരുന്നു ഇതിനെ കാട് കയറ്റാൻ വേണ്ടി. പക്ഷേ ആദ്യം ഇതൊരു റബ്ബർ തോട്ടത്തിൽ നിലയുറപ്പിച്ചു. അവിടെ നിന്ന് ഓടിച്ചു വിട്ടപ്പോഴാണ് പല വീടുകളുടെ മുന്നിലൂടെയും ഇത് ഓടി നീങ്ങിയത്. ആളുകളോടൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കാനുള്ള നിർദ്ദേശമൊക്കെ നൽകുകയും ചെയ്തിരുന്നു. രാത്രിയോടുകൂടി ആന ഏതാണ്ട് വനാതിർത്തിയിൽ നിന്ന് 1.5 കിലോമീറ്റർ ഇപ്പുറം നിലയുറപ്പിച്ചു എന്നുള്ളതാണ് ഒടുവിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകിയിരുന്ന വിവരം. ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് ആന ആറളം ഫാമിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അയ്യൻകുന്നിൽ പട്രോളിംഗ് തുടരുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ 6, 7, 9, 11 വാർഡുകളിൽ നിരോധനാജ്ഞയും തുടരുന്നുണ്ട്. അരുൺകുമാർ. ഓക്കെ, അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ ആന വന്ന വരവേ വല്ലാത്തൊരു വരവായി പോയി അല്ലേ?